ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ്റെ ബോട്ടിക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഏകദേശം 1 കിലോളം മട്ടൻ്റെ ബോട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂണോളം മല്ലിപ്പൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിൽ ചതച്ചതും, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചുവന്നുള്ളിയാണ് കേട്ടോ. അത് ഒരു 6 എണ്ണം നടുകീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നടുകീറിയ ഒരു 4 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6 വിസിൽ വരെ അടുപ്പിക്കാം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് തയ്യാറാവണ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂണോളം നല്ല ചെറുജീരകമാണ് കേട്ടോ, നല്ല ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 2 സ്പൂണോളം തന്നെ നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുരുമുളകിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഫൈൻ പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചൂടുകട്ടിയുള്ള ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സവോള ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്നാൽ പക്ഷേ നമുക്ക് ബോട്ടിക്കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടാവും ചുവന്നുള്ളി നല്ല രീതിയിൽ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഒരു മഞ്ഞ ഷെയ്ഡ് ആവണ വരേക്കും നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിട്ടിട്ട് അധികം റോസ്റ്റ് ഒന്നും ആവണ്ട, ഒന്ന് പച്ചമണം വാടി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇതിൻ്റെ നെയ്യും ബോട്ടിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ വെള്ളം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കൈവിടാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് കിട്ടുന്ന വരേക്കും നമുക്ക് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം പകുതിയോളം വെള്ളം വറ്റി കഴിഞ്ഞു. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കാം കേട്ടോ. ഉപ്പ് പാകമല്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവും നമുക്ക് നോക്കാം. കുറച്ചും കൂടിയും എണ്ണ തെളിയുമ്പോഴാണ് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ചെറുജീരകത്തിൻ്റെയും പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇനി വരട്ടിയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ഇപ്പോൾ നല്ല രീതിയിൽ വറ്റി മട്ടൻ്റെ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വരെയൊക്കെ ഒന്ന് പാകമല്ലേ നോക്കാം. അവസാനമായി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.